ഇന്നത്തെ അറിയിപ്പുകൾ. എറണാകുളത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പന്നി ഫാമിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇത് മറ്റു മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരാനുള്ള സാധ്യത കുറവാണെങ്കിലും മുൻകരുതൽ ആവശ്യമാണെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. മലയാറ്റൂർ, നീലീശ്വരം പഞ്ചായത്തുകളിലെ ഫാമുകളിലെ പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മലയാറ്റൂർ, നീലീശ്വരം ഗ്രാമപഞ്ചായത്തുകളിൽ പന്നിയിറച്ചി വിൽപ്പന നിരോധിച്ചു. പന്നിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രോട്ടോകോൾ പ്രകാരം ഫാമിലെ 34 പന്നികളെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൊന്ന് സംസ്കരിച്ചു. രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള പന്നി ഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യുന്നതും മാംസം വിതരണം ചെയ്യുന്ന കടകളുടെ പ്രവർത്തനവും പന്നിമാംസം, തീറ്റ എന്നിവ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് രോഗബാധിത മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള പന്നി ഫാമുകളിൽ നിന്നും മറ്റു ഫാമുകളിലേക്ക് കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൾ, തിരിച്ചെത്തിയ പ്രവാസികൾ എന്നിവർക്കായി ജൂലൈ 15 മുതൽ 17 വരെ ത്രിദിന സൗജന്യ സംരംഭകത്വ പരിശീലനം സംഘടിപ്പിക്കുന്നു. എറണാകുളം കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്യാമ്പസിലാണ് പരിശീലനം. പുതിയതായി സംരംഭങ്ങൾ ആരംഭിക്കാൻ നടപടികൾ സ്വീകരിച്ചവർക്കും ഇതിനോടകം സംരംഭങ്ങൾ ആരംഭിച്ചവർക്കുമാണ് പങ്കെടുക്കാൻ അവസരം. താൽപ്പര്യമുള്ളവർ ജൂലൈ 10-നകം പേരുകൾ രജിസ്റ്റർ ചെയ്യണം. ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ ആരംഭിക്കാൻ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ വഴി നടപ്പാക്കുന്ന ആശ്വാസം പദ്ധതി പ്രകാരം 25,000 രൂപയാണ് ധനസഹായം നൽകുക. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ മുഖേന നടപ്പാക്കുന്ന ആശ്വാസം പദ്ധതിയുടെ ഭാഗമായാണ് ധനസഹായം. സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അപേക്ഷകർക്ക് കുറഞ്ഞത് 40% ഭിന്നശേഷിത്വം ഉണ്ടായിരിക്കണം. 18 വയസ്സിന് മുകളിലുള്ളവരും ഈടുവയ്ക്കാൻ വസ്തുവകയില്ലാത്തവരുമായിരിക്കണം. മുൻപ് ഇതേ ആവശ്യത്തിന് സബ്സിഡിയോടുകൂടി വായ്പ അല്ലെങ്കിൽ ധനസഹായം ലഭിച്ചിട്ടില്ലാത്തവരെ മാത്രമേ പദ്ധതിയിലേക്ക് പരിഗണിക്കൂ. തീവ്ര ഭിന്നശേഷിത്വം ബാധിച്ചവർ, ഭിന്നശേഷിക്കാരായ വിധവകൾ, ഗുരുതര രോഗം ബാധിച്ച ഭിന്നശേഷിക്കാർ, 14 വയസ്സിന് താഴെയുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ, മുതിർന്ന ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന നൽകും. തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ജില്ലാതലത്തിൽ ആവശ്യമായ പരിശീലനവും നൽകും. അപേക്ഷാ ഫോം കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷന്റെ വെബ്സൈറ്റിലെ ലിങ്കിലെ ഗൂഗിൾ ഫോം വഴി നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ സമർപ്പിക്കാം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 30 വൈകിട്ട് 5 മണി വരെയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ റേഷൻ വിഹിതം വാങ്ങുന്നതിന് ഗുണഭോക്താക്കൾ അവസാന ദിവസം വരെ കാത്തുനിൽക്കേണ്ടതില്ലെന്നും 30-നകം വാങ്ങണമെന്നും ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. എല്ലാ റേഷൻ കടകളിലും വിതരണത്തിന് ആവശ്യമായ റേഷൻ സാധനങ്ങൾ ലഭ്യമാണ്. മണ്ണെണ്ണയും ആവശ്യത്തിന് ലഭ്യമാക്കിയിട്ടുണ്ട്. AAY കാർഡുകൾക്ക് 1 ലിറ്ററിനും ഇതര ഗുണഭോക്താക്കൾക്ക് 1/2 ലിറ്ററിനും വൈദ്യുതീകരിക്കാത്ത വീടുകളിലുള്ളവർക്ക് 6 ലിറ്ററുമാണ് മണ്ണെണ്ണ ത്രൈമാസ വിഹിതമായി ലഭിക്കുക. KCBയുടെ കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ നടക്കുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓൺലൈൻ സേവനങ്ങൾ താൽക്കാലികമായി ലഭ്യമാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഇതനുസരിച്ച് KCBയുടെ ഓൺലൈൻ കൺസ്യൂമർ പോർട്ടലായ വെബ് സെൽഫ് സർവീസ്, കൺസ്യൂമർ മൊബൈൽ ആപ്പ്, ടോൾ ഫ്രീ നമ്പർ, ഓട്ടോമാറ്റിക് പരാതി രജിസ്ട്രേഷൻ നമ്പർ തുടങ്ങിയ സേവനങ്ങൾ 2025 ജൂൺ 28 രാത്രി 11 മണി മുതൽ ജൂൺ 29 പുലർച്ചെ 3 മണി വരെ ലഭ്യമാകില്ല. ഈ സമയത്ത് ഉപഭോക്താക്കൾക്ക് സെക്ഷൻ ഓഫീസുകൾ മുഖേന പരാതികൾ രജിസ്റ്റർ ചെയ്യാനും സാധിക്കുമെന്നും KCB അറിയിച്ചു.